ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി ഫലമറിയാൻ ദിവസങ്ങൾ ബാക്കിയുണ്ട്. അപ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിൽ പുതിയ തമ്മിലടി മാത്രമല്ല, പരാതി, മുറവിളി, അതോടൊപ്പം തന്നെ അഴിച്ചുപണി വേണമെന്ന ആവശ്യവും. എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ ഇത് ആരംഭിച്ചത്? സാധാരണ റിസൾട്ടിന് ശേഷം മാത്രമാണ് ഇത്തരം ആവശ്യങ്ങൾ കോൺഗ്രസിനകത്ത് ഉയർന്നു വരാറുള്ളത്. പരാജയപ്പെട്ടാൽ നേതൃതലത്തിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും ഇതേപോലെ ഒരു അഴിച്ചുപണി ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റി കെ സുധാകരനെ കൊണ്ടുവന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റി വി ഡി സതീശനെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു മാറ്റം അനിവാര്യമായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്ന പരാജയമാണ്. അത് കഴിഞ്ഞാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ പരാജയം കോൺഗ്രസ് നേരിട്ടാൽ സ്വാഭാവികമായും ഒരു അഴിച്ചുപണി ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സ്ഥാനം തെറിച്ചേക്കാം. KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ സ്ഥാനം തെറിക്കും. അത് ഏതാണ്ട് ഇപ്പോൾ തന്നെ ഉറപ്പായിട്ടുണ്ട്. കെ സുധാകരനെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് പൊതുവിൽ തീരുമാനിച്ചു കഴിഞ്ഞു. കെ സുധാകരനെ അനുകൂലിച്ച് ഒരാൾ പോലും കോൺഗ്രസിൽ സംസാരിക്കുന്നില്ല എന്ന് വെച്ചാൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു കെ സുധാകരൻ എന്നർത്ഥം. എന്നാൽ വി ഡി സതീശനോട് ഇപ്പോഴും ആഭിമുഖ്യമുള്ളവർ കോൺഗ്രസിനകത്തുണ്ട്. അതുകൊണ്ട് വി ഡി സതീശൻ മാറണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നിട്ടില്ല. പക്ഷേ ഫലം വന്നതിന് ശേഷം എന്തായിരിക്കും തീരുമാനം, എന്തായിരിക്കും കോൺഗ്രസിലെ നീക്കം എന്ന് മനസ്സിലാക്കാനുള്ള ചെറിയ സൂചനകൾ ഇപ്പോൾ തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതാണ് അഴിച്ചുപണി വേണമെന്ന ആവശ്യവും നിരവധി പരാതികൾ സ്ഥാനാർത്ഥികൾ തന്നെ ഉന്നയിച്ചതും. 2 സ്ഥാനാർത്ഥികൾ പരസ്യമായി ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേതൃത്വം ഇടപെട്ടിരുന്നില്ല. വലിയ കാലുവാറൽ ഉണ്ടായിട്ടുണ്ട്. 20 മുതൽ 50% വരെയുള്ള ബൂത്തുകൾ, കോൺഗ്രസിന്റെ ബൂത്തുകൾ നിർജ്ജീവമായിരുന്നു എന്ന പരാതി ഇതിനകം തന്നെ 2 സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ അവലോകന യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് നിഷേധിച്ചുകൊണ്ട് ഈ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അവർ രംഗത്ത് വന്നു. എന്നാൽ ആ ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കുറച്ച് മാറ്റം വരുത്തി, ഒന്ന് മയപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും മാധ്യമപ്രവർത്തകരെ കണ്ടുമൊക്കെ സംസാരിച്ചിട്ടുണ്ട് കെ മുരളീധരനും MK രാഘവനും. 4 സീറ്റിൽ LDF ജയിക്കുമെന്ന് ഇപ്പോൾ തന്നെ KPCC നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. കടുത്ത മത്സരമാണ് എന്നാണ് പുറത്തു പറഞ്ഞിരിക്കുന്നത്. 4 സീറ്റിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് വിജയം LDFന് തന്നെയാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. 20ൽ 20 സീറ്റും ജയിക്കുമെന്ന മുദ്രാവാക്യവുമായി വന്നവരാണ് വോട്ടെടുപ്പിന് ശേഷം 4 സീറ്റ് LDFന് നൽകുന്നത്, 4 സീറ്റിൽ പരാജയം സമ്മതിക്കുന്നത്. പിന്നീട് 2 സീറ്റ് കോഴിക്കോടും തൃശ്ശൂരും, ഈ 2 സീറ്റിലും തോൽക്കുമെന്ന് സ്ഥാനാർത്ഥികൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള കാരണവും അവർ നിരത്തി കഴിഞ്ഞു. 20 മുതൽ 50% വരെയുള്ള ബൂത്തുകളിൽ പ്രവർത്തനം നടന്നില്ല, നിർജ്ജീവമായിരുന്നു. നേതാക്കൾ കാലുവാരി, നേതാക്കൾ ആവശ്യത്തിന് ഇടപെട്ടില്ല. പണം ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന രൂപത്തിലാണ് കോൺഗ്രസിന് നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇതിനകം തന്നെ MK രാഘവനും അതോടൊപ്പം തന്നെ കെ മുരളീധരനും ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ 2 സീറ്റിലും തോക്കും. അങ്ങനെ 4-2 6 ആയിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതെല്ലാം അതിനേക്കാളും വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം, കോൺഗ്രസിന്റെ അണികൾക്കും അറിയാം. അതുകൊണ്ടാണ് അഴിച്ചുപണി വേണം എന്ന ആവശ്യം ഉയർന്നു വന്നത്. 10 DCCകളിൽ മാറ്റം വേണം എന്നാണ്. 10 DCCകളിൽ 14 DCCകളിൽ 10 എണ്ണത്തിലും പ്രസിഡന്റ് മുതൽ താഴെത്തട്ടിൽ വരെയുള്ള ആളുകളെ മാറ്റി പുതിയ ആളുകളെ കൊണ്ടുവരണം എന്ന ആവശ്യം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. DCCകളിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതിയാകുമോ? അല്ല എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. KPCCയിലും മാറ്റം വേണം. KPCC പ്രസിഡന്റായി കെ സുധാകരൻ ഏതാണ്ട് തുടരില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനി KPCC ഓഫീസിലേക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പൊതുചിന്ത കോൺഗ്രസിനകത്ത് ഉണ്ടാകുകയും അതിന് എതിരായി എന്ന് വെച്ചാൽ കെ സുധാകരന് അനുകൂലമായി ഒരാൾ പോലും സംസാരിക്കാനില്ല എന്നതുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ കെ സുധാകരൻ പടിക്ക് പുറത്ത് തന്നെയാണ്. KPCCയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പങ്കെടുത്ത് പടിയിറങ്ങിയ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഇനി KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്ദിരാഭവന്റെ പടി കയറില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KPCC തലപ്പത്തും വലിയ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. KPCC ഭാരവാഹികളിൽ മാറ്റമുണ്ടാകും. ഇപ്പോഴുള്ളവരിൽ ഭൂരിഭാഗവും കെ സുധാകരനെ അനുകൂലിക്കുന്നവരാണ്. അങ്ങനെ കെ സുധാകരൻ പറഞ്ഞ് KPCC നേതൃത്വത്തിൽ കൊണ്ടുവന്നവർ, DCC പ്രസിഡന്റാക്കിയവർ പോലും കെ സുധാകരന് വേണ്ടി ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതാണ് കെ സുധാകരന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് വലിയ ഒരു മാറ്റം കോൺഗ്രസിനകത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അങ്ങനെ മാറ്റം വേണമെന്ന് ഇപ്പോൾ തന്നെ മുറവിളി ഉയർന്നത്, ഇപ്പോൾ തന്നെ ആവശ്യം ഉയരുന്നത് തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. മാധ്യമങ്ങളെല്ലാം ഇത് സംബന്ധിച്ച് വാർത്തകളൊക്കെ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇതുവരെയും കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ മൂടി വെക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത്. എന്നാൽ ഒരു പരിധിക്കപ്പുറം മൂടി വെക്കാൻ കഴിയില്ല. കാരണം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം UDFിന്റെ ഘടകകക്ഷികളായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണ് അവർ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചത്. അപ്പോഴും കോൺഗ്രസിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ വാർത്തയാക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും കഴിയാതെ വന്നിട്ടുണ്ട്. ഇന്നത്തെ മാതൃഭൂമിയിൽ ഇത് സംബന്ധിച്ച് വാർത്ത വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: പരാതി, മുറവിളി, അഴിച്ചുപണി, കോൺഗ്രസ് തുടങ്ങി എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. പരാതി, മുറവിളി, അഴിച്ചുപണി, കോൺഗ്രസ് തുടങ്ങി എന്ന് വാർത്ത ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പിന് പിന്നാലെ അഴിച്ചുപണിക്ക് മുറവിളി, 10 DCC പ്രസിഡന്റുമാരെ വരെ മാറ്റിയേക്കും എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ KPCC, DCC തലങ്ങളിൽ അഴിച്ചുപണി വേണമെന്ന കോൺഗ്രസിൽ മുറവിളി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ നിലവിലെ സംവിധാനം മതിയാകില്ലെന്ന നിലപാടിലാണ് പ്രബല വിഭാഗം. KPCC തലപ്പത്തും 9, 10 DCCകളിലും മാറ്റം വേണമെന്ന് ഇവർ വാദിക്കുന്നു. ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം പുതിയ KPCC പ്രസിഡന്റ് നിയമനത്തെ സ്വാധീനിക്കും. എന്നാൽ ഫലം എന്തായാലും DCC തലത്തിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് സൂചന. തെക്കൻ ജില്ലകളിൽ DCC തലപ്പത്ത് പൂർണ്ണമായി മാറ്റമുണ്ടായേക്കും. പ്രായം, പ്രവർത്തന മികവ്, സാമുദായിക സമവാക്യം എന്നിവ പരിഗണിക്കാതെയാണ് കഴിഞ്ഞ തവണ DCC പ്രസിഡന്റുമാരെ തീരുമാനിച്ചതെന്ന് വിമർശനമുണ്ട്. ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള കോട്ടയമടക്കമുള്ള ജില്ലകളിൽ ഇതുണ്ടാക്കിയ അസ്വാരസ്യം ചെറുതല്ല. പ്രസിഡന്റുമാർ നിർജ്ജീവമായ ചില ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ താറുമാറായതായി വിമർശനമുണ്ടായി. കഴിഞ്ഞ ദിവസം ചേർന്ന KPCC തെരഞ്ഞെടുപ്പ് അവലോകന യോഗം എല്ലാ മണ്ഡലങ്ങളിലും വിജയം ഉറപ്പിച്ചെങ്കിലും സംഘടനാ വീഴ്ച നേതാക്കളെല്ലാം ചൂണ്ടിക്കാട്ടി. എല്ലാ സീറ്റിലും വിജയിച്ചാലും അഴിച്ചുപണി വേണമെന്ന വികാരം ചർച്ചയിലുണ്ടായി. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും 25 മുതൽ 50 വരെ ബൂത്തുകൾ കാര്യക്ഷമമല്ലായിരുന്നു. സർക്കാർ വിരുദ്ധ വികാരമുണ്ടായിരുന്ന വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനായില്ല തുടങ്ങിയ വിമർശനങ്ങളും ഉണ്ടായി എന്നാണ് വാർത്ത. എന്ന് വെച്ചാൽ സർക്കാർ വിരുദ്ധ വികാരമുണ്ടായിരുന്നു, ആ വികാരത്തിനനുസരിച്ച് വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഓരോ മണ്ഡലങ്ങളിലും 25 മുതൽ 50 ബൂത്തുകൾ വരെ നിർജ്ജീവമായിരുന്നു എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാലും സമ്മതിക്കുകയാണ് പരാജയം. ഏതായാലും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 എന്ന് പറഞ്ഞ് അണികളിൽ ആവേശമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ട UDF 20-ൽ 20 പോയി ഒരു 10 സീറ്റിലെങ്കിലും ജയിക്കുമോ എന്ന സംശയത്തിലാണ് ഇപ്പോഴുള്ളത്. 12 സീറ്റിൽ ഉറപ്പായും ജയിക്കുമെന്ന് LDF ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണ പരസ്യമായി അത്തരം പ്രഖ്യാപനങ്ങൾ നടത്താറില്ല. 2 അക്ക ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് വെച്ചാൽ കോൺഗ്രസിനേക്കാളും സീറ്റുകൾ LDF നേടും എന്ന് തന്നെയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റ് 8ലേക്ക്, UDFിന്റെ സീറ്റ് 8ലേക്ക് ഒതുങ്ങും എന്ന കാര്യം സംശയമേ ഇല്ല. അതിൽ 2 സീറ്റ് മുസ്ലിം ലീഗിന്റെയും 1 RSPയുടെയും കഴിച്ചാൽ ശേഷിക്കുന്നത് 5 സീറ്റ് മാത്രം. ഇത്തവണ കോൺഗ്രസ് 5 സീറ്റിൽ ഒതുങ്ങുമോ? ഈ ചോദ്യമാണ് ഒതുങ്ങും എന്ന സൂചനകളാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനകത്ത് അഴിച്ചുപണി വേണം, വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന ആവശ്യം ഉയരുന്നത്. ആരുടെയൊക്കെ തല ഉയരണം എന്നത് മാത്രമേ അറിയാനുള്ളൂ. ഒരു തല ഏതാണ് എന്ന് ഇപ്പോൾ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് KPCC പ്രസിഡന്റ് K സുധാകരൻ്റെതാണ്. VD സതീശൻ്റെ അടക്കമുള്ളവരുടെ തല അല്ലെങ്കിൽ അവരുടെ സ്ഥാനം അതുപോലെ തുടരുമോ എന്ന് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ.